ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് ഹിന്ദി പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം, അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇരിക്കാം സൂത്രത്തോടെ സ്പോക്കൺ ഹിന്ദി. എന്ത് സൂത്രം? ഇരിക്കാം സൂത്രം. ഈ ഇരിക്കാം സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകളിൽ കാണുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ സാധ്യത കുറവായതിന് ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെ? നടക്കാൻ സാധ്യത കുറവായ ജോലികൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ചില ജോലികൾ നടത്തുവാൻ വളരെ കുറവ് അവസരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരം അവസരം കുറഞ്ഞ ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇരിക്കാം സൂത്രം. വാക്യത്തിൽ ഇരിക്കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോകാതെ ഇരിക്കാം, വായിക്കാതെ ഇരിക്കാം, പഠിക്കാതെ ഇരിക്കാം, പാടാതെ ഇരിക്കാം, സംസാരിക്കാതെ ഇരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ഷായദ് നഹീം സക്കുങ്ക എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 5 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോകാതെ ഇരിക്കാം, ഞാൻ വായിക്കാതെ ഇരിക്കാം, ഞാൻ പഠിക്കാതെ ഇരിക്കാം, ഞാൻ പാടാതെ ഇരിക്കാം, ഞാൻ സംസാരിക്കാതെ ഇരിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ മേ. ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ജാ സക്കുങ്ക. ഞാൻ വായിക്കാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം പഠ സക്കുങ്ക. ഞാൻ പഠിക്കാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം സീഖ് സക്കുങ്ക. ഞാൻ പാടാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ഗാ സക്കുങ്ക. ഞാൻ സംസാരിക്കാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ബാത് കർ സക്കുങ്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ കഴിക്കാതെ ഇരിക്കാം, ഞാൻ കാണാതെ ഇരിക്കാം, ഞാൻ കട്ടാതെ ഇരിക്കാം, ഞാൻ എഴുതാതെ ഇരിക്കാം, ഞാൻ നടക്കാതെ ഇരിക്കാം. ഞാൻ എന്നാൽ മേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ കഴിക്കാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നാഹിം ഖാ സക്കുങ്ക. ഞാൻ കാണാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ദേഖ് സക്കുങ്ക. ഞാൻ കട്ടാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ദേ സക്കുങ്ക. ഞാൻ എഴുതാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ലിഖ് സക്കുങ്ക. ഞാൻ നടക്കാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ചൽ സക്കുങ്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളാണ് ഉള്ളത്. അവയേവ? ഞാൻ പോകാതെ ഇരിക്കാം, ഞങ്ങൾ പോകാതെ ഇരിക്കാം, നിങ്ങൾ പോകാതെ ഇരിക്കാം, അവൻ പോകാതെ ഇരിക്കാം, അവൾ പോകാതെ ഇരിക്കാം, അവർ പോകാതെ ഇരിക്കാം. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ എന്നാൽ മേം, പോകാതെ ഇരിക്കാം എന്നാൽ ഷായദ് നഹീം ജാ സക്കുങ്ക. ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ
ഹിന്ദിയിൽ ഷായദ് മേ നഹീം ജാ സകൂങ്ക. ഇവിടെ ഷായദ് എന്ന വാക്കാണ് ആദ്യം വരുന്നത്. കർത്താവായ മേം രണ്ടാമതായാണ് വരുന്നത്. സാധാരണ ഹിന്ദിയിൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളും അതേമാതിരി തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്നാൽ ഹം, പോകാതെ ഇരിക്കാം എന്നാൽ ഷായദ് നഹീം ജാ സക്കേങ്കെ. ഞങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് ഹം നഹീം ജാ സക്കേങ്കെ. നിങ്ങൾ എന്നാൽ തും, പോകാതെ ഇരിക്കാം എന്നാൽ ഷായദ് നഹീം ജാ സക്കേങ്കെ. നിങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് തും നഹീം ജാ സക്കേങ്കെ. അവൻ എന്നാൽ വോ, പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് നഹീം ജാ സക്കേഗ. അവൻ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വോ നഹീം ജാ സക്കേങ്ക. അവൾ എന്നാൽ വോ, പോകാതെ ഇരിക്കാം എന്നാൽ ഷായദ് നഹീം ജാ സക്കേങ്കി. അവൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വോ നഹീം ജാ സക്കേങ്കി. അവർ എന്നാൽ വേ, പോകാതെ ഇരിക്കാം എന്നാൽ ഷായദ് നഹീം ജാ സക്കേങ്കെ. അപ്പോൾ അവർ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വേ നഹീം ജാ സക്കേങ്കെ. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഹിന്ദിയിൽ കർത്താവ് ഈ ഭാഗങ്ങളിൽ രണ്ടാമതായാണ് വരുന്നത്. ഷായദ് എന്ന വാക്കാണ് ആദ്യം വരേണ്ടത്. അതായത് അവർ പോകാതെ ഇരിക്കാം എന്ന പദം എന്ന വാചകം നാം ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് ഷായദ് വേ നഹീം ജാ സക്കേങ്കെ എന്നാണ്. അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് മേ നഹീം ജാ സകൂങ്ക. ഞങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് ഹം നഹീം ജാ സക്കേങ്കെ. നിങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് തും നഹീം ജാ സക്കേങ്കെ. അവൻ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വോ നഹീം ജാ സക്കേഗ. അവൾ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വോ നഹീം ജാ സക്കേങ്കി. അവർ പോകാതെ ഇരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഷായദ് വേ നഹീം ജാ സക്കേങ്കെ. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കണം, അത്രമാത്രം. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ഷായദ് നഹീം സകൂങ്ക സൂത്രത്തിന്റെ സഹായത്തോടെ ഹിന്ദിയിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ഷായദ് നഹീം സകൂങ്ക സൂത്രം വഴിയായി ഹിന്ദിയിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ഷായദ് നഹീം സകൂങ്ക സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.